ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ സംസാരിക്കാൻ ഇടയില്ലാത്ത ഒരു പോയിന്റ് എനിക്ക് ഈ ഒരു മുഴുവൻ എക്സിറ്റ് പോളിന്റെ ഒരു റിസൾട്ട് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒന്ന് ഇടതുപക്ഷത്തിന്റെ രാജ്യത്തു നിന്നുള്ള പരിപൂർണമായിട്ടുള്ള പതനത്തിന്റെ ഒരു സിഗ്നൽ ഈ ഒരു എക്സിറ്റ് പോളിന്റെ റിസൾട്ടുകൾ ഇല്ല. നിങ്ങൾ നോക്കി, ഒന്ന് വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രചരിക്കുന്നത് അവർ പറയുന്നത് BJP NDA സർക്കാർ അധികാരത്തിൽ വരുമാണെന്ന്. ഏത് NDA സർക്കാർ, ഏത് വെസ്റ്റ് ബംഗാൾ? അതായത് ഒരു കാലത്ത് 30-35 വർഷത്തോളം കാലം ഇടതുപക്ഷം ഭരിച്ചിട്ടുള്ള ഈ വെസ്റ്റ് ബംഗാളിൽ ഇപ്പൊ അവരേ ഇല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനവർക്ക് വട്ടപൂജ്യമാണ് സീറ്റ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അസമിൽ ഒരു സീറ്റുണ്ട്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും വെസ്റ്റ് ബംഗാളില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് മുഴുവൻ എക്സിറ്റ് പോളുകളും പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് കമ്മ്യൂണിസത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അസ്തമയം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള പരിപൂർണമായിട്ടുള്ള ഒരു സൂചന ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിനോട് ഒപ്പം വെച്ചുകൊണ്ട് ഈ എക്സിറ്റ് പോളിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുന്നു, ബംഗാളിന് ഇവർ എങ്ങനെയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത്? സ്വാമി വിവേകാനന്ദന്റെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ, സുഭാഷ് ചന്ദ്രബോസിന്റെ, സൗരവ് ഗാംഗുലിയുടെ, കിഷോർ കുമാറിന്റെ ഒക്കെ ആ വെസ്റ്റ് ബംഗാളിനെ ഇന്ന് ഇപ്പോൾ എവിടെ എത്തിച്ചു? ഇന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് 1000-നും 10,000-നും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പലായനം ചെയ്യുന്ന ആളുകളെ ആക്കിയിട്ട് വെസ്റ്റ് ബംഗാളിനെ മാറ്റി. അങ്ങനെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ അവിടുത്തെ ജനങ്ങളെ എതിർത്തു. അസാമിലെ അവസ്ഥ എന്താണ്? അസാമിലും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അതാണ് എനിക്ക് ഒന്നാമതായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം. മറുവശത്ത് നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താ? 4 സംസ്ഥാനങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നോക്കും, മുഴുവൻ എക്സിറ്റ് പോളുകൾ എടുത്ത് നോക്കിയോ, BJPക്ക് അവിടെ ഉന്നമനം പറയുന്നുണ്ട്, BJPക്ക് ഇംപ്രൂവ്മെന്റ് പറയുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിൽ ഭരണം പറയുന്നു, അസാമിൽ ഭരണം പറയുന്നു, കേരളത്തിൽ മുന്നേറുമെന്ന് പറയുന്നു, NDA തമിഴ്നാട് മുന്നേറുമെന്ന് പറയുന്നു. കോൺഗ്രസ് എവിടെയാണുള്ളത്? ഇന്ത്യ മുന്നണി എവിടെയുള്ളത്? ആ മുന്നണിക്ക് തന്നെ വലിയ കേരളം ഒഴികെ കേരളത്തിൽ പോലും ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ കണക്കിലെടുത്താൽ ഒരു നാരോ ആയിട്ടുള്ള ഒരു വിക്ടറിനെ കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇളക്കിക്കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുള്ള വിഷയങ്ങളോട് ജനങ്ങൾ എങ്ങനെയാണ് അംഗീകരിച്ചിട്ടുള്ളത്? ജനങ്ങൾ അതിനോടെല്ലാം മുഖം തിരിച്ചു വെച്ചിട്ടില്ല. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിൽ എത്ര സീറ്റ് അവർക്കുണ്ടാവും? അസാമിൽ നോക്കൂ, BJP മുൻകാലത്തേക്കാൾ ഇത്തവണ 100 ക്രോസ് ചെയ്യുന്നതാണ് പല എക്സിറ്റ് പോളുകളും പറയുന്നത്. അവിടെ ആ രീതിയിൽ ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. മൂന്നാമതായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം, ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കേരളം ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഈ എക്സിറ്റ് പോളിന്റെ ഒരു പുറത്തേക്ക് വന്നപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തേക്കുള്ള ലീഡർഷിപ്പ് ആ മുന്നണിക്ക് തന്നെ ഉണ്ടായില്ലേ? തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഇൻഫ്ലുവൻസ് എന്താ? അവിടെ ഇനി DMK ആണ് വരുന്നത്. ഈ എക്സിറ്റ് പോളുകളുടെ ഭൂരിഭാഗം വരുന്ന എക്സിറ്റ് പോൾ ഓഫ് പോൾ വെച്ചിട്ട് DMK സഖ്യം വരികയെന്ന് തന്നെ വെച്ചു. അവിടെ DMK എന്ന് പറയുന്ന സ്റ്റാലിൻ എന്ന് പറയുന്ന നേതാവാണ് മുമ്പിലോട്ട് നിൽക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ വേണ്ടി പറ്റിയിട്ടില്ല. അസാമിൽ പറ്റിയിട്ടില്ല. വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹം വന്നോന്ന് പോലും എനിക്കറിയില്ല. അവസാന ദിവസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 1967 ശേഷം നീണ്ട 59 വർഷക്കാലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഈ 59 വർഷങ്ങളിലും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതാദ്യമായി 2026 ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയം മാറുകയാണോ എന്നതാണ് വരുന്ന ചോദ്യം. പലരും ചോദിക്കുന്നുണ്ടാവും, 70 മുതൽ 77 വരെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു, അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ലോ, അപ്പോൾ അതും ഈ അക്കൗണ്ടിൽ പെടുത്തുകയാണ്. ജ്യോതി ബസു 77 ജൂൺ മാസം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ നീണ്ട 34 വർഷം ഭരിക്കുന്നു. 2018 ത്രിപുരയിൽ ഭരണം നഷ്ടപ്പെടുന്നത്, അപ്പോഴും കേരളത്തിൽ ഭരണമുണ്ട്. ഇപ്പോൾ 2026 കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ചരിത്ര സന്ധി കൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നേരിടുകയാണ്.